മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. ഈശോ പറയുന്നുണ്ട് 2 വഴികളുണ്ടെന്ന്. ഒന്ന് ഇടുങ്ങിയ വഴി, 2 വിശാലമായ വഴി. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. 2 ഭവനങ്ങളുണ്ട്. മണൽപ്പുറത്ത് പണിത ഭവനം, പാറപ്പുറത്ത് പണിത ഭവനം. ഇതിലേതിലാണ് നമ്മൾ താമസിക്കുന്നത്? ഇന്ന് ഈശോ നമ്മോട് 2 കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഹെബ്രായർ ലേഖനം 10-ാം അധ്യായം 39-ാം വാക്യം. പിന്മാറി നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഈശോ എന്ന് നമ്മോട് ചോദിക്കുകയാണ്, നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? ഈശോ നമ്മെ എല്ലാവരെയും പാപത്തിൽ നിന്നും ശാപത്തിൽ രക്ഷിച്ചു. സഭയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സാവൂളിനെ യേശു രക്ഷിച്ച് സുവിശേഷ പ്രഘോഷകനാക്കി മാറ്റി. കുരിശിൽ കിടക്കുന്ന അനുതപിച്ച കള്ളനെ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ യേശു പറുദീസായിലേക്ക് യോഗ്യനാക്കിയില്ലേ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശു തൻ്റെ ശിഷ്യയാക്കി മാറ്റി. ഈശോ നമ്മോട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, നീ നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ അതോ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ? ഈശോ നമ്മെയും ലോകം മുഴുവൻ രക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മെ മതിയായവനാണ് അവിടുന്ന്. നോഹയുടെ കുടുംബം ജലപ്രളയത്തിൽ നശിക്കാതിരിക്കാൻ രക്ഷയുടെ പെട്ടകത്തിൽ കയറ്റി രക്ഷിക്കുകയാണ് ഉണ്ടായത്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായ നമ്മൾ ക്രിസ്തുവിൻ്റെ കൃഷ്ണമണികളാണ്. കർത്താവിൻ്റെ മേയ്ക്കുന്ന ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, വിശുദ്ധ ജനമാണ്, വിശുദ്ധരുടെ സഹപൗരന്മാരാണ്. അതുകൊണ്ടാണ് ഈശോ നമ്മോട് പറയുന്നത്, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മളെല്ലാവരും. ശിക്ഷിക്കപ്പെട്ട് നശിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ നിന്റെ കവാടത്തിൽ വന്നുകൊണ്ട് രക്ഷയുടെ കരനീട്ടി അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.